Hi guys, welcome to my YouTube channel. So finally ഞാനും തുടങ്ങി വരണം. ഒരുപാട് നാളും കൊണ്ട് ആലോചിക്കുമായിരുന്നു ടു സ്റ്റാർട്ട് വൺ ആൻഡ് ഐ എം റിയലി സോറി. എനിക്കറിയില്ല ഞാൻ ഇങ്ങോട്ടാണോ നോക്കണ്ടേ അതോ ഇങ്ങോട്ടാണോ നോക്കണ്ടേ എന്നുള്ളത്. ബട്ട് എനിവേസ് ഞാൻ ഇവിടെ നോക്കി സംസാരിക്കാം. ഇപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്സ് ആണ്. പ്ലീസ് ടു ഇഗ്നോർ. യാ, ബട്ട് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ തരാട്ടോ. ഐ റിയലി അപ്രിഷിയേറ്റ് യുവർ സജഷൻസ് ആൻഡ് ഓൾ. സോ ഒരുപാട് നാളും കൊണ്ട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ടു സ്റ്റാർട്ട് വൺ. ഒരുപാട് നാൾ ഇൻ ദ സെൻസ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പൊന്നുമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അതെനിക്കും മനസ്സിലായത് ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ മമ്മിയോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ മമ്മി വാസ് ലൈക്ക്, ഇത് ഞാൻ 9ാം ക്ലാസ് തൊട്ട് കേൾക്കുന്നത്. അപ്പൊ ഞാൻ 9ാം ക്ലാസ് എത്ര വർഷമായെന്ന് ഞാൻ കൗണ്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഏകദേശം 9 to 10 years ആയി ഇപ്പം 9ാം ക്ലാസ് കഴിഞ്ഞിട്ട്. ഈവൻ ബിഫോർ കോവിഡ് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഉള്ള എക്സ്ക്യൂസസ് വാസ് ലൈക്ക് നല്ല ക്ലാരിറ്റി ഉള്ള ഫോണില്ല, നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നല്ല കണ്ടന്റ്, എന്ത് കോണ്ടന്റ് കൊടുക്കും ഞാൻ, അതൊക്കെ ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടായിരുന്നു. ഐ ഡു ഹാവ് സം ക്യാമറ ഷൈ ഫ്രണ്ട്സ് വിത്ത് മീ ഹിയർ. അവരാരും ഫ്രണ്ടിലോട്ട് ഇപ്പൊ വരത്തില്ല. യാ, എനിവേസ്. സോ അന്നൊക്കെ ഒരുപാട് എക്സ്ക്യൂസസ് ആയിരുന്നു. ലൈക്ക് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ റീസൺസ് ഒക്കെ. പിന്നെ ഇങ്ങനെ ഒരു റൈറ്റ് ടൈം വരട്ടെ, അല്ലെങ്കിൽ എന്റെ ഡ്രീം ജോബ് ഞാൻ അറ്റൈൻ ചെയ്ത് കഴിയുമ്പം അവിടുന്ന് ഒരുപാട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ കാണും, ആൾക്കാരുടെ അടുത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കാൻ കാണും. ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാനാ, അങ്ങനെയൊക്കെ. ബട്ട് വലുതാവും തോറും മനസ്സിലായി ദർ ഇസ് നോ സച്ച് തിങ് ആസ് എ റൈറ്റ് ടൈം. നമുക്കുള്ള മൂമെന്റ്സ് ഒക്കെ നമ്മൾ അതിനെ മാക്സിമം നല്ലപോലെ യൂസ് ചെയ്ത് ആ ഒരു മൂമെന്റിനെ ഒരു റൈറ്റ് ടൈം ആക്കി മാറ്റുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് എന്താ പറയാ, വലുതാവും തോറും നമുക്ക് മനസ്സിലായി. നമ്മുടെ ലൈഫിൽ ഓരോ ചാപ്റ്റേഴ്സ്, ഓരോ ഫേസസ് ഒക്കെ വരുമ്പോൾ അതിൽ കൂടെ ഒക്കെ നമുക്ക് ഒരുപാട് ലെസൺസ് കിട്ടുന്നതിന്റെ കൂടെ കിട്ടിയ ഒരു പാഠമായിരുന്നു. അങ്ങനെ റൈറ്റ് ടൈമിംഗ് എന്നുള്ള കാര്യം മേ ബി ഉണ്ടാവാം. ബട്ട് ഇപ്പൊ ഉള്ള മൂമെന്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു എ റൈറ്റ് ടൈം എന്നുള്ളത്. പിന്നെ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ഭയങ്കര ഇംപ്രോംപ്റ്റു ആയിട്ടാണ്. ഒരു പ്രിപ്പറേഷനും ഒന്നുമില്ല. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് പുറത്തിറങ്ങി വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഞാൻ വർക്ക് ചെയ്യുവാണ് 9 to 5. അപ്പം എന്നും ഓഫീസ് പോകുന്നു, വീട്ടിൽ വരുന്നു, ഓഫീസ് പോകുന്നു, വീട്ടിൽ വരുന്നു. പക്ഷെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനത്തെ ഒരു ആഗ്രഹം മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് നാളുകൊണ്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം നോക്കിട്ടായിരുന്നു ഐഫോൺ ഒക്കെ വാങ്ങിച്ചതും. പക്ഷെ എന്നിട്ടും ഒരു ഉപകാരമില്ല. ഐഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ആവേശമൊക്കെ പോയി. അങ്ങനെ ഒരുപാട് റീസൺസ്, ഇങ്ങനെ എക്സ്ക്യൂസസ് തരാനാണെങ്കിൽ അതിൽ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഇന്ന് പെട്ടെന്ന് തീരുമാനിച്ചു ലെറ്റ്സ് ജസ്റ്റ് സ്റ്റാർട്ട്. ചലോ, ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല, തുടങ്ങാം. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, നമ്മളോർക്കും ക്യാമറ സ്റ്റാർട്ട് ചെയ്യുക, അതിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക, ഭയങ്കര ചില്ലായിട്ട് സംസാരിക്കുക. പക്ഷെ ഇന്ന് എനിക്ക് റിയാലിറ്റി മനസ്സിലായി, ഇറ്റ് ഡസന്റ് വർക്ക് ലൈക്ക് ദാറ്റ്. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഗട്സ് ടു കം ആൻഡ് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ക്യാമറ ആൻഡ് സംസാരിക്കുക എന്നുള്ളത്. ബിക്കോസ് നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ട് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ തന്നെ അങ്ങ് എന്താ പറയാ കൊടുക്കുക, അല്ലെങ്കിൽ we are open to the world. People can come and say anything. അപ്പം അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അല്ലാതെ തന്നെ ഈ ഒരുപാട് എക്സ്ക്യൂസസ് തരുന്ന ഒരാളാന്ന് പറഞ്ഞല്ലോ. അതിനോടൊപ്പം തന്നെ ഐ എം എ പേഴ്സൺ ഹു ഓവർ തിങ്സ് എ ലോട്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ അതെല്ലാം ഓവർ തിങ്ക് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഹോണ്ട് ചെയ്തു. ഇപ്പം ഇവിടെ ആണെങ്കിലും ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഐ വാസ് ജസ്റ്റ് ഓവർ തിങ്കിങ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന സിനാരിയോ ആ സിനാരിയോ എനിക്ക് അറിയില്ല എവിടെയൊക്കെ പോയെന്ന്. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാൻ മനസ്സ് സെറ്റ് ആക്കി ഐ എം സിറ്റിംഗ് ഹിയർ ആൻഡ് ഐ എം റെക്കോർഡിംഗ് ദിസ് വീഡിയോ ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ ബി അപ്ലോഡിംഗ് ദിസ് ഓർ നോട്ട് എന്നുള്ളത്. പിന്നെ ഇപ്പം ഈ ഒരു ചാനൽ ഇപ്പം ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് എടുക്കാം. ആൻഡ് ഇഫ് ഐ എവർ മേക്ക് ദിസ് വീഡിയോ ഇൻ ടു ദ ചാനൽ, ദിസ് വിൽ ബി മൈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആൻഡ് ഓൾ. ആൻഡ് ഈ ഒരു ചാനലിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് എനിക്ക് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. ദെൻ മേക്കപ്പ്, സ്കിൻ കെയർ, ഫുഡ്, ട്രാവലിംഗ് ആൻഡ് ഫാഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ റിയലി വാണ്ട് ടു show that kind of things in this channel. And our journey, like I want the people or the community or the family that I will be building in this platform to be with me. And
ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കും സജഷൻസ് തരാം, ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് വീഡിയോസ് ആർ എക്സ്പെക്ടിങ് ഫ്രം മീ. അത് ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. എന്നെ കൊണ്ട് പറ്റാവുന്ന വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗിവ് ഇറ്റ് എ ട്രൈ ആൻഡ് ഡു ദാറ്റ്. ഓൾസോ എൻ്റെ ഡ്രീം ജോബ്, പിന്നെ അത് ട്രൈ ചെയ്തതിന്റെ കാര്യങ്ങൾ, ഐ എം സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പം ആ ഒരു ജേർണിയിലേക്ക് ഐ റിയലി want you guys to be there with me. ആൻഡ് ഇപ്പൊ ഇത് വീഡിയോ കണ്ടതിന് ശേഷം റിലീജിയസ്ലി പറയുന്ന പോലെ തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ. ഓൾസോ എന്തേലും ഇപ്പം എൻ്റെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ കൂടെ തന്നെ മനസ്സിലായി കാണുമല്ലോ, കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി കാണും. ആൻഡ് ഇഫ് യു ഹാവ് എന്തെങ്കിലും ഞാൻ ശരിയാക്കാനുണ്ട് അല്ലെങ്കിൽ വാട്ട് എവർ, ഐ എം ഓപ്പൺ ടു സജഷൻസ്. ഓൾസോ ഈ ചാനൽ ഞാൻ എൻ്റെ പേരോ എൻ്റെ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇവിടെ പറഞ്ഞില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഐ എം ജസ്റ്റ് ഷിപ്പിന്റെ സൗണ്ട് ആണോ? ഓക്കെ. ഇതിപ്പോ ഒരു ഇത് ആക്ച്വലി ഞാനിപ്പോ ഇരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ ഫോർട്ട് ഹൗസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റിലാണ്. ആൻഡ് അതിന്റെ സൈഡിൽ തന്നെ നമ്മുടെ ഈ പറയുന്ന ലേക്ക് അല്ലേ ഇത്, ലേക്ക് ബാക്ക് വാട്ടർ ആൻഡ് ഷിപ്പും, എനിക്ക് തോന്നുന്നു ഇവിടെ മറ്റേ പറയുന്ന ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഷിപ്പ് യാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ സൗണ്ട് ആണ് കേട്ടത്. എനിക്കറിയില്ല നിങ്ങൾ ആ സൗണ്ട് കേട്ടോന്ന് പോലും. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഓപ്പൺ ആക്കുമ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാവും. ആൻഡ് എനിക്ക് എന്റെ കോണ്ടന്റ് ഒക്കെ മാക്സിമം റോ, അൺഫിൽറ്റേർഡ് ആൻഡ് വെരി ഓർഗാനിക് ആയിട്ട് വെക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇപ്പം ഇതാണെങ്കിൽ ഇപ്പൊ ഇത് ഒറ്റ സ്ട്രെച്ചിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ്, അല്ലാതെ കട്ട് ചെയ്ത് പെർഫെക്റ്റ് ആക്കണം അങ്ങനെയില്ല. അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആ ഒരു പെർഫെക്ഷനിസം, എന്താ പെർഫെക്റ്റ് ആക്കണം എന്നുള്ളൊരു, എന്ത് ചെയ്താലും ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള തോന്നലും കൊണ്ടാണ് എനിക്ക് തോന്നി ഇത്രയും നാൾ ഞാൻ ഇരുന്ന് പോയത്. ഞാൻ പറഞ്ഞില്ലേ, നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല കോണ്ടന്റ്, നല്ല ഫോൺ വരട്ടെ എന്നൊക്കെ ഓർത്തിരുന്നു, അല്ലെങ്കിൽ നല്ല നല്ല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പം. പക്ഷെ അതിലൊന്നും കാര്യമില്ലാന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഭയങ്കരമായിട്ടും ഡിലൂഷണൽ വേൾഡിൽ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഇപ്പം മനസ്സിലായി, നമ്മൾ ആ ഒരു ഡിലൂഷണൽ വേൾഡ് ഒരു റിയാലിറ്റി ആക്കി മാറ്റണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് സം ആക്ഷൻസ് ആൻഡ് ഓൾ. So I am showing some signs to the universe that I am working on myself. You should also help. You should also shower your blessings എന്നുള്ളത് യൂണിവേഴ്സിന് I am showing a sign. ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, ഇനി എന്റെ ഡ്രീം ജോബ് ഒക്കെ എനിക്ക് തന്ന് അങ്ങനെ സോ ഇപ്പൊ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് I haven't introduced myself till yet. മൈ നെയിം ഇസ് ആൻമേരി, ബട്ട് ഈ ചാനലിന്റെ പേര് ഫെർണോ എന്നായിരിക്കും. ബിക്കോസ് എന്റെ ഫ്രണ്ട് സർക്കിളിന്റെ ആണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാരുടെ ഇടയിലാണെങ്കിലും എന്നെ അവർ ഫെർണോ എന്നാണ് വിളിക്കുന്നത്. ആ പേര് കിട്ടിയത് എന്റെ സ്കൂൾ ഡേയ്സ് മുതലേ എന്നെ ഫെർണോ എന്നാണ് എന്നെ അറിയാവുന്ന എല്ലാവരും വിളിക്കുന്നത്. ഈവൻ മൈ ടീച്ചേഴ്സ്, ഞാൻ ബോർഡിംഗ് സ്കൂളിലാണ് വളർന്നത്. അവിടുത്തെ സിസ്റ്റേഴ്സ്, വാർഡൻ, ബോർഡിംഗ് സ്കൂൾ മീൻസ് കോൺവെന്റ് സ്കൂൾ ആയിരുന്നു. അപ്പൊ അവിടുത്തെ സിസ്റ്റേഴ്സ് എല്ലാവരും, പിന്നെ ഞാൻ കോളേജിൽ ചെയ്യുന്നു, കോളേജിലെ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്, സം ഓഫ് ദ ടീച്ചേഴ്സ് ദെയർ. അപ്പൊ ആ പേര് വരാൻ കാരണം മീൻസ് ലൈക്ക് എന്റെ ഫുൾ നെയിം ഈസ് ആൻമേരി ഫെർണാണ്ടസ്. അപ്പം പിന്നെ ഞാൻ ഏത് ക്ലാസ്സിൽ പോയാലും, അതായത് ചെറുപ്പം തൊട്ട് കോളേജിൽ പഠിച്ചത് വരെ, ഞാൻ എവിടെ പോയാലും എന്റെ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഞാൻ താമസിച്ചിരുന്ന ബോർഡിങ്ങിലോ എക്സ്ട്രാ ഒരു ആൻമേരി അല്ലെങ്കിൽ ആൻമരി എപ്പോഴും കാണുമായിരുന്നു. അപ്പം ആൻന്ന് വിളിക്കുമ്പോഴത്തേക്കും ആ ഒരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നിടത്ത് എന്റെ സീനിയേഴ്സ് ആണ് ഫെർണാണ്ടസിനെ ഷോർട്ടാക്കി ഫെർണോ എന്ന് വിളിച്ചു. അപ്പൊ ആദ്യമൊക്കെ ഫെർണോ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് എന്നെ ആൻന്ന് വിളിക്കുന്നതായിരുന്നു ഇഷ്ടം. അല്ലാതെ തന്നെ വീട്ടിൽ നിന്ന് പല നമുക്ക് പേരുകളൊക്കെ ഉണ്ടല്ലോ, അല്ലാതെ സ്കൂളില് ക്ലാസ്സിലൊക്കെ എന്നെ ആൻന്ന് വിളിക്കണം എന്നായിരുന്നു ഇഷ്ടം. അപ്പം ഫെർണോ എന്നൊക്കെ ആദ്യമേ വിളിക്കുമ്പോഴത്തേക്ക് ഭയങ്കര കുറച്ച് മാസ്കുലിൻ ആയിട്ട് തോന്നുമായിരുന്നു. എനിക്ക് ആൻന്ന് വിളിക്കുമ്പോൾ ഭയങ്കര ഫെമിനിൻ ആയിട്ട്, അങ്ങനത്തെ ചിന്തയാണല്ലോ നമുക്ക് കുഞ്ഞിലേ ഉള്ളത്. അപ്പൊ സ്കൂൾ ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഓർത്ത് ഓക്കെ, സ്കൂളോട് കൂടി ആ ഒരു ഫെർണോ എന്നുള്ള ആ ഒരു പേരൊക്കെ കഴിഞ്ഞു. ആ സ്കൂളിലെ ഫ്രണ്ട്സിന്റെ സർക്കിൾ ഇടയ്ക്ക് മാത്രമായിരിക്കും. നമ്മൾ കോളേജ് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ മാത്രമേ കാണുള്ളായിരിക്കും. അപ്പൊ എന്നെ എല്ലാരും ആൻ എന്ന് വിളിക്കും. ആ ഒരു ചിന്തയും കൊണ്ടൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. പക്ഷെ ലക്ലി എന്റെ ആ ഒരു ക്ലാസ്സിലും വേറൊരു ആൻമരിയും കൂടി ഉണ്ടായിരുന്നു. ആളെ നമ്മൾ വേറൊരു പേരായിരുന്നു വിളിക്കുന്നത്. എനിക്കറിയില്ല, സംഹൗ എന്റെ ഗേൾസ്, ഐ മീൻ എന്റെ കോളേജിലത്തെ മൈ ഫ്രണ്ട്സ്, ലൈക്ക് വി ആർ ദ ബെസ്റ്റ് ഗേൾസ് ആക്ച്വലി. നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞിറങ്ങി കഴിയുമ്പോഴാണ് എല്ലാവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ആൻഡ് ഹൗ മച്ച് ദേ മീൻ ടു മീ എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായത്. ആൻഡ് നമ്മളത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരുമായിട്ടും. യാ, മൈ ഫ്രണ്ട്സ് ദെയർ ഇൻ കോളേജിൽ, എന്റെ ഗേൾസ്, മൈ റൂമീസ്,
എന്റെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവര്. എനിക്കറിയില്ല സംഭവം അവരുടെ അടുത്ത് ഈ പേരെത്തി. അതെങ്ങനെയാ കറക്റ്റ് ഇതുവരെ അവരിൽ ഒരാൾ അറിഞ്ഞു, അങ്ങനെ ഫുൾ ക്ലാസ് ഫെർണോ എന്ന് വിളിച്ചു തുടങ്ങി. ഞാൻ അവിടെയും ഫെർണോ എന്നുള്ള വിളി സ്ഥിരമായി. ആൻഡ് എന്റെ ക്ലാസ്സിൽ മാത്രമല്ല, എന്റെ ഫ്രണ്ട്സിന് പല ഡിപ്പാർട്ട്മെന്റ്സിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ കോളേജ് ടൈമിൽ കുറച്ചൊന്ന് ഒതുങ്ങി പോയായിരുന്നു. സ്കൂൾ ടൈമിൽ ഐ വാസ് എ വെരി എക്സ്ട്രോവേർട്ട്. കോളേജ് ആയപ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയോ ഒരു ഇൻട്രോവേർട്ട് ആയി. പിന്നെ ഇപ്പം ആംബിവേർട്ട് ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് കോളേജ് പഠിച്ചപ്പോഴത്തേക്ക് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിലെ ആൾക്കാരൊന്നും അങ്ങനെ അറിയത്തില്ലായിരുന്നു. ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ത്രൂ അങ്ങനെയൊക്കെ അറിയായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാരോടൊക്കെ മിണ്ടിയപ്പോഴത്തേക്കും അവരോട് ഞാൻ സംസാരിച്ചിട്ട് പോലും, പക്ഷെ അവരും എന്നെ ഇങ്ങോട്ട് വന്ന് ഫെർണോൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഓൺനെസ് ഫീൽ ചെയ്യും. പെട്ടെന്ന് ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഒരാൾ ചാടിക്കറി എന്നെ ആൻമീരി എന്ന് വല്ലതും വിളിച്ചാൽ എനിക്ക് ഭയങ്കര, ഞാൻ തോന്നുന്നു ഒരു ഡിസ്റ്റൻസ് വന്ന പോലെ തോന്നുന്നു അവരുടെ അടുത്ത്. അപ്പൊ ഫെർണോ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഒരു ഓൺനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. സോ അപ്പം ഐ തോട്ട് ലൈക്ക് എന്റെ ഒരു ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്നത് ഫെർണോ എന്നുള്ള പേരാ. അപ്പം ഐ തോട്ട് ലൈക്ക് എന്റെ ചാനലിലും ഞാൻ അത് തന്നെ കൊടുക്കാം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി വിത്ത് മീ ടിൽ മൈ ടിൽ എന്ന് പറയണ്ട, ഇൻ എവറി ഫേസസ് ഓഫ് മൈ ലൈഫ് ആ ഒരു പേര് എന്റെ കൂടെ ഉണ്ടായിരിക്കും. ആൻഡ് ഇപ്പൊ തന്നെ ഒരുപാട് മിനിറ്റ്സ് ആയി. എനിക്കറിയില്ല ഇഫ് ഇറ്റ് വാസ് എ പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ബട്ട് എനിവേ ഐ എം സ്റ്റാർട്ടിങ് ദിസ് ചാനൽ. സോ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയെന്നുള്ളത് കമന്റ് ചെയ്യുക. ആൻഡ് ഇഫ് യു ഹാവ് ആരെങ്കിലും ലാസ്റ്റ് വരെ വീഡിയോടെ എത്തിയിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മളൊരു പ്രാവിന്റെ സൈൻ ഇല്ലേ, ഡോവ്, അതൊന്ന് കമന്റ് ചെയ്തോളൂ. അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ഞാൻ ചുമ്മാ ഒരു രീതികളുണ്ടല്ലോ, ആ എനിക്ക് അറിയത്തില്ല ആക്ച്വലി, പക്ഷെ ഞാൻ ആ ഒരു രീതി വെച്ച് പറഞ്ഞതാ. പിന്നെ ഈ ഒരു ചാനലിൽ കൂടെ ഇപ്പം എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളല്ലാതെ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് ബുക്സ് ഉണ്ട്. പണ്ടൊന്നും ഞാൻ അങ്ങനെ ബുക്സ് വായിക്കത്തില്ലായിരുന്നു. പിന്നെ ബുക്സ് വായിക്കുമ്പോഴും ഇങ്ങനെ എല്ലാവർക്കും ഓരോ ജോണേഴ്സ് ഒക്കെ ആയിരുന്നു ഇഷ്ടം. അപ്പൊ അതിൽ ചിലവർ പറയും റൊമാൻറ്റിക് നോവൽസ് ഒക്കെ ആയിരുന്നു ഇഷ്ടം, ചിലവർക്ക് ഈ പറഞ്ഞ ക്രൈം ആയിരുന്നു ഇഷ്ടം, ചിലർക്ക് ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, അങ്ങനെ ഓരോന്നൊക്കെ പറയാം. പക്ഷെ എനിക്ക് വലുതാവുന്നവർ എന്റെ ഇൻട്രസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചത് സെൽഫ് ഹെൽപ്പ് ബുക്സിലാണ്. അങ്ങനെ എനിക്ക് സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒക്കെ വായിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആൻഡ് എനിക്ക് അത് എങ്ങനെ പേഴ്സണൽ ഡെവലപ്മെന്റിന്, പേഴ്സണൽ സെൽഫ് ഹെൽപ്പ് എങ്ങനെ സഹായിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനൽ കൂടെ ഡിസ്കസ് ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങളും പിന്നെ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് ലെറ്റ്സ് ജസ്റ്റ് സീ ഇഫ് ഞാൻ ഇതിൽ കൺസിസ്റ്റന്റ് ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ബിക്കോസ് ഞാൻ എന്ത് കാര്യം തുടങ്ങി വെച്ചാലും അതിലൊരു ഫുൾ സ്റ്റോപ്പ് വൈകാതെ തന്നെ വരാറുള്ളതാണ്. സോ ലെറ്റ്സ് സീ. ആൻഡ് ചിലപ്പം ദിസ് വാസ് ദ റൈറ്റ് ടൈം ഞാൻ പറയില്ല, ഐ എം മേക്കിംഗ് എ റൈറ്റ് ടൈം. ബിക്കോസ് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ വി ഗോ ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പം ഇപ്പം ഇമോഷണലി, മെന്റലി, ഫിസിക്കലി ഒക്കെ ഒരു എന്താ പറയാ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു നൂലിൽ നിൽക്കുന്ന സമയമാണ്. അപ്പം അതിൽ ലെറ്റ്സ് സീ, ജസ്റ്റ് വർക്ക് ഇറ്റ് ഔട്ട്, വർക്ക് ചെയ്തെടുക്കാനുള്ള ഒരു അവസരവും കൂടെ ആയിരിക്കാം. ആൻഡ് ഐ എം റിയലി ഹാപ്പി ഫോർ ദ ഫ്രണ്ട്സ്. ഇവിടെ വന്നേക്കുന്നവര് അവര് ഭയങ്കര ക്യാമറ ഷൈ പീപ്പിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്യാത്ത കാണിക്കാനൊന്നും. ബട്ട് സ്റ്റിൽ ഐ എം റിയലി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് അവര് വന്നു, ഇന്ന് കാണാൻ സാധിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു ഡിസിഷൻ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റി. മേ ബി ഇതെല്ലാം തന്നെ ഒരു എന്താ പറയാ, യൂണിവേഴ്സ് തന്നെ ഗൈഡ് ചെയ്തതാവാം, യൂണിവേഴ്സ് ഗൈഡ് ചെയ്തതായിരിക്കാം. പിന്നെ എന്താ പറയാ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ ബൈ ഗൈസ് ആൻഡ് ടേക്ക് കെയർ, വിഷ് മീ ലക്ക്. പിന്നെ എല്ലാരും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Let's see if I upload this video or not. Bye.